ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, കുറേ കവിതകൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രസിദ്ധീകരിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് അത് വായിക്കാനും കേൾക്കാനും ആസ്വദിക്കാനും സാധിക്കും. പ്രസിദ്ധീകരിക്കാന്നൊക്കെ ഓർത്ത് പലരെയും വിളിച്ച് ഇപ്പം ചേച്ചിമാരുടെ അച്ചായനൊക്കെ എനിക്ക് പൈസ അയച്ചു തരും. പ്രസിദ്ധീകരിക്കാൻ ഞാനിങ്ങനെ കൂട്ടിയൊക്കെ വരും. അപ്പോഴാണ് ആർക്കെങ്കിലും സങ്കടങ്ങളുമായിട്ട് കടന്നു വരും. പാവങ്ങള് അവർക്ക് വീടില്ല, ഇതില്ല, അതില്ല എന്നൊക്കെ പറയുമ്പോൾ അതങ്ങനെ തന്നെ അങ്ങോട്ട് പോകും, തീരും, സംഭവം അവിടെ തീരും. അപ്പൊ സ്വപ്നങ്ങള് വർഷങ്ങളായിട്ട് ത്യജിച്ചു. 40-45ഓളം കവിതകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഓർത്ത് എന്തിനാ വേണ്ട, നമുക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും വേണ്ട എന്ന് സ്വയം കവിതകളൊക്കെ വായിക്കാൻ ആഗ്രഹിക്കുന്ന കവിതയെന്ന് പറഞ്ഞാൽ എഴുത്തുകാരുടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എഴുത്തല്ലേ മോളെ. അതിലൊന്നും നമ്മളൊന്നും അല്ല, നമ്മളുടെ മനസ്സിലുള്ള വേദനകൾ എഴുതുന്നതേ ഉള്ളൂ. എപ്പോഴും അങ്ങനെ എഴുതുമായിരുന്നു. ഒരിക്കലൊക്കെ നമ്മൾ ഈ കാറിൽ കടന്നു പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ നേരെ കൈ നീട്ടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വേദനപ്പെടും, ഭയങ്കരമായിട്ട് നൊമ്പരപ്പെടും നമ്മൾ. അന്ന് ഗായിക മാത്രമാണ്. അപ്പം അന്ന് ഞാൻ ഇങ്ങനെ കാറ്റിന്ന് കൗതുകം തീർക്കുന്നു കുഞ്ഞുള്ള നേത്രത്താൽ പൈതലേ നീ അറിഞ്ഞില്ലല്ലോ, കാലത്തിൻ ക്രൂരമ്പ് ഏറ്റേറ്റു നിൻ മൃദു തൂമേനി ഇന്ന് അധികാഠിന്യം പുൽകുന്നു, ഏറും വിശപ്പിലായി തേടുന്നു നീ ഇന്ന് കൂറകൾ കയറി പെരുകിയ കോണിന്ന്, ആരോ ചതിച്ചൂഴി പുൽകുവാൻ നിന്നെ ഈ പാതയോരത്തെ ചേർതിൽ തള്ളിയില്ലേ, ഇന്ന് നിൻ ജീവൻ പിടിച്ചിടാൻ നീ തന്നെ ചെല്ലുക ഉണ്ണി ശിലാഹൃത്ത് പേറുക എന്ന് എഴുതി വെച്ചു. കവിത ഞാൻ എഴുതി വെച്ചു. കാരണം അത് നമ്മൾ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. ഒരു ഗായികയെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ പാടുക എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും. മാമിനെ സംബന്ധിച്ചിടത്തോളം പ്രശസ്തരായിട്ടുള്ള ഒരുപാട് നല്ല മ്യൂസിക് ഡയറക്ടർ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ഓർത്ത് പറയുന്നത് വിദ്യാസാഗറിൻ്റെ ഈ പറഞ്ഞ മഞ്ഞു മാസ പക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗാനമാണ്. അതിമനോഹര ഗാനമാണ്. ആ ഗാനം ശരിക്കും പറഞ്ഞാൽ ജാനകിയമ്മയെ കൊണ്ട് പാടിപ്പിക്കാൻ ഇരുന്ന ഒരു ഗാനമാണ്. അങ്ങനെ കേട്ടു, ശരിയാണോ? അയ്യോ, ജാനകിയമ്മ പാടുവാണെങ്കിൽ നമ്മൾ ആ മൂലക്കുണ്ട മോളെ, പാദത്തെ തൊടാനുള്ള യോഗ്യത എനിക്കില്ല കേട്ടോ. ജാനകിയമ്മ പാടിയാൽ അത് ഒരു പാട്ട് തന്നെ ആയിരിക്കും. നമ്മൾ പാടിയതൊന്നും അല്ലത്, നമ്മളെ ദൈവം നയിക്കുന്നത് കൊണ്ട് നമ്മൾ പാടുന്നേ ഉള്ളൂ. പക്ഷെ ജാനകിയമ്മയുടെ കഴിവെന്ന് പറഞ്ഞാൽ അതൊന്നും നമ്മൾ ആ കഴിവിൻ്റെ മുന്നിലൊക്കെ നമ്മൾ ഒന്നുമല്ല, വെറും സത്യസന്ധമായിട്ട് പറഞ്ഞ ഒന്നുമല്ല. അവരൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഗായകരല്ലേ അവരൊക്കെ. എൻ്റെ പേരിങ്ങനെ പറഞ്ഞ് ആ പാവത്തിൻ്റെ പേരിനോട് ചേർക്കുന്നുണ്ട്. അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നതല്ല. ജാനകിയമ്മയുടെ പാട്ട് പാടാൻ എന്ത് യോഗ്യത എനിക്കുള്ളത്? എനിക്കൊരു യോഗ്യതയിൽ ഉള്ള ആളൊന്നുമല്ല. കാരണം ജാനകിയമ്മ അസാധ്യമായിട്ട് പാടി വെച്ച പാട്ടുകളല്ലേ, അത് എല്ലാ പാട്ടും ഹിറ്റല്ലേ. അത് പിന്നെയും നമ്മൾ പാടി, എന്നെക്കൊണ്ട് പാടിച്ചു ജനങ്ങൾ. അതുകൊണ്ട് എന്നെ സിനിമയിൽ പാടിച്ചു, എനിക്ക് റെക്കോർഡിങ് കിട്ടി. ജാനകിയമ്മയുടെ പേരിലായിരുന്നു അതെല്ലാം കിട്ടിയത്. പക്ഷെ പിന്നീട് ജാനകിയമ്മനെ പോലെ പാടുന്നു എന്നും പറഞ്ഞ് എന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെയുണ്ട് ഈ ലോകം, അങ്ങനെ ഒരു ലോകമുണ്ട്. നമ്മൾ അവസരങ്ങൾ കുറഞ്ഞു. തുടക്കം കുറിക്കുമ്പോൾ അയ്യോ ദാസേട്ടൻ്റെ വോയിസിലാണ് പാടുന്നത്, ജാനകിയുടെ എന്ത് രസമാണെന്നറിയാവോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പാടിച്ച് മാക്സിമം പാടിച്ചു എടുത്തു. പിന്നെ നമ്മളെ അങ്ങ് ഉയരാൻ സമ്മതിക്കില്ല. അവിടെ ഉണ്ട് ഏതെങ്കിലും ഒരു ലോകം. നമ്മളെ ജാനകിയമ്മയുടെ വോയിസാണ്, എന്നാൽ ജാനകിയമ്മക്ക് പകരം ജാനകിയമ്മ പാടിയപ്പോരെ എന്നൊക്കെ പറയും. ചിലർ വന്ന് നമ്മളെ അവിടെയും ശാസിച്ചിട്ടുണ്ട്. ജാനകിയമ്മയ്ക്ക് നമ്മൾ സ്വയം പാടുന്നതാണ്. നമ്മുടെ അമ്മയ്ക്കും വീട്ടിലെ ചേച്ചി ഡിക്റ്റോ ജാനകിയമ്മ, ഇവരൊക്കെ ആ വോയിസുകാരാണ്. അപ്പം നമുക്ക് അതേ ഒരു ടോണ് നമുക്ക് കിട്ടിയെന്നല്ല. ജാനകിയമ്മയുടെ കിളിനാദമല്ലേ, എൻ്റെ വോയിസ് എന്താ വ്യത്യാസമാണ്. എൻ്റെ നല്ല ഒരുവിധം ഡെപ്തുള്ള വോയിസാണ്. ജാനകിയമ്മയുടെ വോയിസ് നല്ല കിളിനാദമാണ്, മനസ്സിലായോ? അതിനോട് ചേർത്ത് വെച്ചെന്നുള്ളത് ജനങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ഇടപെടൽ കാരണം എന്നെ ഉയർത്താൻ വേണ്ടി ദൈവം അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അങ്ങനെ ആകുവാനോ സ്വപ്നത്തിൽ പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. സ്വപ്നത്തിൽ പോലും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പാടണമെന്ന് ആശിച്ചിട്ടുണ്ട്, അല്ലാതെ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. സത്യത്തിൽ ആ പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്ക് പാട്ട് പാടണ്ടെന്ന് പറഞ്ഞ് തിരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടെൻഷനോട് കൂടിയാണോ പാട്ട് പാടിയത്? പാട്ട് പാടാൻ പേടി തന്നെയായിരുന്നു. പാടണ്ടെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. കാരണം ഞാൻ പാട്ടിനെ എന്നെ കൊണ്ടേ കാണിക്കുമ്പോൾ ദാസേട്ടൻ നിന്ന് പാടിയില്ല, പുള്ളി പാടുന്നതിൽ എന്നെ കാണിക്കുന്നത്. നമുക്ക് ഇത്രയും നമ്മൾ ആരാധിക്കുന്ന ഇത്രയും വലിയ ഗായകരൊക്കെ പാടുന്നത് ഞാൻ കേട്ടിട്ട് ഞാൻ പോയി പാടുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ കരച്ചിലായി. ഞാൻ പറഞ്ഞു നിർത്തി പോകാൻ ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഏതായാലും ഈ മദ്രാസ് വരെ വന്നതല്ലേ ജോ പറഞ്ഞു, മദ്രാസ് വരെ വന്നതല്ലേ, നമുക്കൊന്ന് പാടിയിട്ട് പോവാം. തെറ്റാണെങ്കിൽ പോയിക്കോട്ടെ, നശിച്ചു പോയിക്കോട്ടെ, വേണ്ടാന്ന് വെക്കാന്ന്. പാടാൻ തുടങ്ങിയപ്പോൾ തന്നെ കമൽ സാറും വിദ്യാസാഗർ സാറും ഒക്കെ ഭയങ്കര നല്ലത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ നല്ലത് എൻ്റെ ചെവിയിലോട്ട് പോകത്തില്ല, എനിക്ക് പേടിയാണല്ലോ, ടെൻഷനാണല്ലോ.
അങ്ങനെ പാടി ഒപ്പിച്ചതാണത്. ആ ഒന്ന് രണ്ടുപേര്, കാരണം ഈ ഇന്റർവ്യൂ കാണുന്നവർക്കൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് ഇപ്പോഴും ഒന്ന് ലൈവായിട്ട് കേൾക്കണം. ആണല്ലേ, തീർച്ചയായും. മഞ്ഞുമാസ പക്ഷി മണിത്തൂവൽ കൂടുന്തോ, മൗനം പൂക്കും നെഞ്ചിൻ മുളം തണ്ടിൽ പാട്ടുണ്ടോ, എന്തിനീ ചുണ്ടിലെ ചെമ്പനീർ മലർ ചുണ്ടുകൾ വാടുന്നു, എന്നുമീ മാമരച്ചായയിൽ മഴപ്പൂക്കളായി പെയ്യുന്നു മഞ്ഞുമാസ പക്ഷി. അയ്യോ അടിപൊളി.